അധികാരമേറി 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഉറപ്പ്. അതിനായി സമാധാന ചർച്ചകൾ സംഘടിപ്പിച്ചു. പിന്നീട് ഗാസയെ സ്വന്തമാക്കുമെന്നായി ട്രംപിന്റെ വാക്കുകൾ. ഗാസ ഇപ്പോൾ തകർന്നടിഞ്ഞ ഒരിടം മാത്രമാണ്. അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ കൂടി ഇടിച്ചു നിരത്തും. എന്നിട്ട് ഗാസയെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കും. ലക്ഷ്യം നേടാൻ സൈന്യത്തെ ഇറക്കും. പലസ്തീനികൾ അറബ് രാജ്യങ്ങളിലേക്ക് പോകട്ടെ എന്ന വാദവും ട്രംപ് ആവർത്തിച്ചു. നെതന്യാഹുവിനെ ഒപ്പമിരുത്തിയായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അത് പിന്നീട് ട്രംപ് തന്നെ തിരുത്തി. ബന്ദികളെ വേഗം മോചിപ്പിക്കണമെന്നും എത്രയും വേഗം ഗാസ ഒഴിഞ്ഞു പോകണമെന്നും ഹമാസിന് അന്ത്യശാസനം നൽകി. ആ വാക്കുകൾ ആർക്കു വേണ്ടിയാണെന്ന് ചിന്തിച്ച് സമയം പാഴാക്കേണ്ടി വന്നില്ല. അതിനു മുൻപേ രൂക്ഷമായ വ്യോമാക്രമണങ്ങളിലൂടെ ഇസ്രായേൽ ഉത്തരം തന്നു തുടങ്ങിയിരുന്നു. ഇസ്രായേൽ റോക്കറ്റുകൾ പലസ്തീനികൾക്ക് മേൽ തീമഴ പെയ്യ്ക്കുമെന്ന് US നേരത്തെ അറിഞ്ഞിരുന്നു. ഗാസയിലെ രാത്രി ആക്രമണങ്ങളെക്കുറിച്ച് ഇസ്രായേൽ വൈറ്റ് ഹൗസുമായും ട്രംപ് ഭരണകൂടവുമായും ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. ഹമാസ്, ഹൂതികൾ, ഇറാൻ എന്നിവർ ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെ കൂടിയാണ് ഭീകരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അവരതിന് വില നൽകേണ്ടി വരും. എല്ലാ നരകങ്ങളെയും ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ വാക്കുകളും കരോലിൻ ആവർത്തിച്ചിരുന്നു. ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്ന ലേബൽ എല്ലാ കാലത്തും US സ്വീകാര്യമാണ്. അങ്ങനെയാണല്ലോ സെപ്റ്റംബർ ആക്രമണത്തിന്റെ പേരിൽ ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കുമൊക്കെ US സേന കടന്നു കയറിയത്. അതുകൊണ്ടാണ് ഹമാസിനെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെ US ഉം ട്രംപും ആശീർവദിക്കുന്നത്.